ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഉലുവക്കഞ്ഞി ഒരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കുന്നതാണ്. ഇതിന് നമ്മൾ ഫ്ലാക്സ് സീഡും കൂടി ചേർത്ത് ഉണ്ടാക്കിയാൽ കുറച്ചുകൂടി ഗുണം ചെയ്യും. ഫ്ലാക്സ് സീഡ് മാത്രമായിട്ട് നമുക്ക് വേറെ തയ്യാറാക്കി കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ മരുന്ന് കഞ്ഞി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഫ്ലാക്സ് സീഡും കൂടി ചേർത്ത് ഉണ്ടാക്കിയാൽ മതി. വളരെ ഹെൽത്തിയാണ്, എളുപ്പമാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഉച്ചക്ക് ഊണ് തയ്യാറാക്കാൻ പറ്റില്ലെങ്കിൽ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയിട്ട് കഴിക്കാം. പിന്നെ അതുപോലെ രാത്രിയിലും കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതാണ് ഫ്ലാക്സ് സീഡ് ചേർത്ത ഉലുവാക്കഞ്ഞി. ഈ ഉലുവാക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരി കഴുകി ഒരു അരമണിക്കൂർ കുതിർത്തി വെച്ചിരുന്നതാണിത്. കുതിർത്ത പച്ചരിയിലെ വെള്ളം ഒരു അരിപ്പയിലിട്ട് കളഞ്ഞതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് നമുക്ക് ഉലുവയാണ്. ഉലുവ ഞാൻ 2 ടീസ്പൂൺ 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടാണ് എടുത്തത്. അതുപോലെ തന്നെ ആശാളിയും 2 ടീസ്പൂൺ വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്, അതും ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഫ്ലാക്സ് സീഡാണ്. ഇതും 2 ടീസ്പൂൺ ഞാൻ വെള്ളത്തിൽ കുതിർത്തിയിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ കുതിർത്തി ചേർത്താൽ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുതിർത്തിയിട്ട് ഇട്ടത്. ഇനി നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം 2.5 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഇത് വേവിക്കുന്നത് കേട്ടോ. ഇനി കുക്കർ അടച്ച് ഒരു വിസിൽ വരുമ്പോൾ തന്നെ ഓഫ് ചെയ്തിട്ട് അതിലെ സ്റ്റീമെല്ലാം പോയതിന് ശേഷം തുറന്ന് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു വിസിൽ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സ്റ്റീമെല്ലാം പോയതിന് ശേഷമാണ് ഞാനിത് തുറന്നത് കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വെന്തിരിക്കുകയാണ്. വെള്ളം വറ്റിയൊന്നും പോയിട്ടില്ല, പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാലും പിന്നെ പശുവിൻ പാലൊക്കെ ചേർക്കും. അതുകൊണ്ടാണ് കൂടുതൽ വെള്ളം വയ്ക്കാതെ വേവിച്ചെടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പശുവിൻ പാലോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് പശുവിൻ പാലാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് എത്രമാത്രം ലൂസ് വേണോ അതനുസരിച്ച് നമ്മൾ പാല് ചേർത്ത് നീട്ടിയെടുക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് പശുവിൻ പാലാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇത് നേരിയ തീയിൽ നന്നായിട്ട് ചൂടാക്കി എടുക്കുക. നന്നായി ചൂടായി തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഞാനിപ്പോൾ തേങ്ങാപ്പാലിന് പകരമായിട്ട് തേങ്ങ അരച്ചാണ് ചേർക്കുന്നത് കേട്ടോ. 1/2 കപ്പ് ചിരകിയ തേങ്ങയാണ് ഞാൻ എടുത്തത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് അരച്ചിതിലേക്ക് ചേർക്കുക. അപ്പോൾ തേങ്ങയുടെ ഫൈബർ കൂടി നമ്മളുടെ ഉള്ളിൽ ചെല്ലും. തേങ്ങ അരച്ച് ചേർക്കുമ്പോൾ കുറച്ച് കട്ടിയാവും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ലൂസാക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് തിളച്ച് വരുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്കിത് ഉപയോഗിക്കാം. കറിയൊന്നുമില്ലാതെ നമുക്കിത് കഴിക്കാം. വേണമെങ്കിൽ അല്പം നെയ്യ് ചേർത്ത് കഴിക്കാം. മധുരം ചേർത്ത് കഴിക്കരുത്. മധുരം ചേർത്താൽ മരുന്ന് കഞ്ഞിയുടെ ഗുണം നഷ്ടപ്പെടും. പിന്നെ വേണമെങ്കിൽ ചെറുപയർ കറി കൂട്ടി കഴിക്കാം. അപ്പോൾ ഇതെല്ലാവരും